കണ്ടെടുത്തോളം എനിക്ക് തോന്നിയത് പറയാം. ആരും ഒഫൻഡഡ് ആവരുത്. ബേസിക്സ് പോലും അറിഞ്ഞുകൂടാന്നേ കളി കണ്ടാ തോന്നുന്നു. സ്റ്റാമിന ഇല്ല. അവരവർക്ക് പോയിന്റ് നേടി ഷൈൻ ചെയ്യണമെന്നല്ലാതെ ടീമിന്റെ മൊത്തത്തിലുള്ള നേട്ടത്തിൽ ആരും കൺസേൺഡ് അല്ല. കോർഡിനേഷൻ, ടീം സ്പിരിറ്റ് തൊട്ടു തെറിച്ചിട്ടില്ല ഒന്നും. നമുക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാ, കളി പഠിക്കണം, കളിച്ച് ജയിക്കണം എന്നൊരു സ്പിരിറ്റോടു കൂടി ഇവര് സഹകരിക്കാൻ തയ്യാറാവുന്നെങ്കിൽ എന്നാലാവുന്ന ഞാൻ ചെയ്യാം. നമുക്ക് കളി അറിഞ്ഞൂടാ, ടീം സ്പിരിറ്റ് ഇല്ല, പുതിയ കോച്ചിന്റെ കണ്ടുപിടുത്തം. നാളെ മുതൽ നമ്മളെ കളി പഠിപ്പിക്കാമെന്ന്. എന്താ പഠിച്ചോളയാ? വെള്ളമുണ്ട്. പിന്നെ മുറിയിൽ സൗകര്യം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിലെങ്ങാനും വേറൊരു മുറി ഏർപ്പാടാക്കാം. വേണ്ടച്ചോ, എനിക്കങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും ശീലമില്ല. ഓർഫണേജിലെ ഡോർമിറ്ററി, പിന്നെ കോളേജിലെയും കോച്ചിങ് ക്യാമ്പിലെയും ഹോസ്റ്റൽ റൂംസ്, അത്ര തന്നെ. അതുകൊണ്ട് ഒരിക്കലും പോരാ എന്നുള്ള പരാതി ഉണ്ടാവില്ല. ധാരാളം. ഒരുപാട് കാര്യങ്ങൾ താനിപ്പോ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. ഈ ഒരു ഷാർപ്പ്നെസ് കളിയുടെ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയാൽ ജയിച്ചു. Come on, give me a big clap. പരിശീലിച്ചു കഴിഞ്ഞ കാര്യങ്ങള് ഒന്നുകൂടി തേച്ചു മിനുക്കി ഉറപ്പിക്കാനാണ് പ്രാക്ടീസിങ്. അടിസ്ഥാനം പോലും ശരിയല്ലാത്ത നിങ്ങളുടെ കാര്യത്തിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഏതായാലും നമുക്ക് ഹരിശ്രീ മുതൽ തന്നെ തുടങ്ങാം. എന്താ ആദ്യം തടിയുടെ പിത്തകോന്ന് ഇളകി ശരിയാവട്ടെ. കമോൺ, ലൈൻ അപ്പ്. ഫോളോ മീ. Make it fast. You. Hey, make it better. Go. You. Speed up, speed up. Try. Hey, can I help you? Like this. What? Yeah, do it better. Hey. ഇത് കൂടെ ചെയ്യാൻ വേണ്ടി താനൊക്കെ എന്തിനാണ് പണിക്കിറങ്ങിയത്? ഓ. You. Come on, fast. Once more. Go. Make it in one line. Again, climb. Do it. Again. Come on. Speed up. Speed up. Hey. Stop it. Elsama. Come on. ഇയാളെ ആരുടെ പിടിച്ചു ക്യാപ്റ്റൻ ആക്കിയത്? അല്ല അനക്കുട്ടി, ഇവിടെ കോളേജിൽ അയക്കുന്നതേ പഠിച്ചിട്ട് ഡിഗ്രി എടുക്കാനാണോ? പഠിത്തത്തിൽ മാത്രമല്ല, കളിയിലും അപ്പച്ചന്റെ മോൾ ഒന്നാമതാവണം. ഒന്നാമതായത് തന്നെ ദേ കിടക്കണു. എന്ത്? കയ്യില് വേദന, കാലില് വേദന, മേലാ സകലം നൊമ്പരും. എന്ത് പറ്റി മോളെ? കോച്ചിങ്ങിനെന്നും പറഞ്ഞ ഒരുത്തം വന്നിട്ടുണ്ട്. ആര്? എങ്ങാണ്ടൂന്നൊരു പരമദുഷ്ടനാണ് പോലും. വാമിംഗ് അപ്പ് എന്നും പറഞ്ഞ് അയാൾ ഞങ്ങളെ ഓടിച്ച് പദം വരുത്തി. അതൊക്കെ പോട്ടെന്ന് വെക്കാം, അയാളുടെ വായിന്ന് വരുന്ന കേൾക്കുമ്പോഴാ ഭയങ്കര ഇൻസൾട്ടിങ്ങാ. നോക്കമ്മച്ചി, അപ്പച്ചൻ ചിരിക്കുന്നു. ശരീരം ഒന്ന് പദം വരട്ടെ മോളെ, നല്ല ഉറപ്പ് വേണ്ടേ? അയ്യോ, എന്താണ് എൽസമ്മ അത്?
എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഗ്രേസ് ആയിട്ട് ചെയ്തൂടെ? അല്ലാണ്ട് ബോർഡിനോടും ബോളിനോടും അല്ല ദേഷ്യം കാണിക്കേണ്ടത്. Come on, once more. ഇവിടെ വാടോ. എല്ലാം കണക്ക് തന്നെ. ഒന്ന് ട്രൈ ചെയ്യേ. പൊസിഷനിൽ വാടോ. Once more. Hey, stop it. കൊണ്ടുവാ. മരത്തവള ചാടുന്ന പോലെയാണോ ചാടുന്നത്? Come on, try again. എടോ ചാറ്. സ്റ്റോപ്പ് ഇറ്റ്. കോച്ചിങ്ങിന് വന്ന അന്ന് മുതൽ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, ഇൻസൾട്ട് ചെയ്യാണ്. അങ്ങനെ എന്ത് അപമാനം സഹിച്ച് ഞങ്ങൾക്ക് കളി പഠിക്കണ്ട, ജയിക്കണ്ട. എൽസമ്മ, come on. ഞാൻ കോളേജ് ചേർന്നത് BA ലിറ്ററേച്ചറിനാ, ബാസ്കറ്റ്ബോൾ ഡിഗ്രിക്കല്ല. എന്റെ ജോൺസാ, ഈ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ശോഭിച്ചാലോ? അവര് കുട്ടികളല്ലേ, കുറച്ചൊരു നയമൊക്കെ വേണ്ടേ? ഈ നെകളിപ്പും അഹങ്കാരവും മാത്രം മനസ്സിലുള്ളവരെ എത്ര ശ്രമിച്ചാലും നേരെയാകില്ല ഫാദർ. അവർക്ക് വേണ്ടി ആയുസ് പഴാക്കാൻ എന്നെ കൊണ്ട് വയ്യ. തിരിച്ചു ചെന്നാൽ എനിക്ക് പോകാൻ വേറെ സ്ഥലമുണ്ട്. തന്റെ മുമ്പിൽ വെച്ച് ബോളും വലിച്ചെറിഞ്ഞ് കോർട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവര് അതേ ബോളുമായി തന്റെ അടുത്ത് തിരിച്ചു വന്ന് സോറി പറഞ്ഞാൽ തീരൂല കേസ്. ആര് സോറി പറയുന്നു എന്നുള്ളത് അല്ല അച്ചോ കാര്യം. കളിക്കാനുള്ള മനസ്സുമായിട്ട് കളി പഠിക്കാൻ വരുന്നു എന്നുള്ളതാ. അതില്ലാത്തടത്ത് ഇല്ലെന്നാര് പറഞ്ഞു? ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെ, എനിക്ക് വിട്ടതാ. നോക്കി പഠിപ്പിക്കില്ലേ? അതങ്ങോട്ട് വിട്ടുകൊടുത്തേക്കന്നെ ജോൺസ. പുള്ളിക്കാരന് ഇവ കാര്യങ്ങളൊക്കെ നല്ല ശീല. ജോൺസണെ എനിക്ക് നന്നായിട്ട് അറിയാം. ഹീസ് എ ബ്രില്യൻ പ്ലെയർ ആൻഡ് എ മാസ്റ്റർ കോച്ച്. ഈ കോളേജിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കരുതി പ്രത്യേക റിക്വസ്റ്റിന്റെ പുറത്ത് വരുന്നത് അയാളെ. ഫാദറിന് ഇപ്പൊ എന്താ വേണ്ടേ? നിങ്ങൾ നല്ല കുട്ടികളാണെന്നും പെട്ടെന്നുള്ള ശുണ്ഠിയുടെ പുറത്തുണ്ടായ തെറ്റുതിരുത്തി സോറി പറഞ്ഞ് നിങ്ങൾ വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചു വരുമെന്നും ഞാൻ അയാൾക്ക് വാക്കു കൊടുത്തുപോയി. ഏറ്റു സമ്മതിച്ചൂന്ന്. താങ്ക് യു, താങ്ക് യു മൈ ചിൽഡ്രൻ, താങ്ക് യു. അയാള് നല്ല കോച്ചാണ്. ട്രെയിനിങ് കൊണ്ട് ഞങ്ങളെ സ്റ്റാൻഡേർഡ് നന്നായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ പെൺകുട്ടികളല്ലേ ബാബു. എന്താ? പ്രിൻസിപ്പളിനോട് അല്ലെങ്കിൽ ഫാദറിനോട് കംപ്ലൈന്റ് ചെയ്യാം, അതല്ലെങ്കിൽ വീട്ടില്. പക്ഷേ പുറത്തറിയുമ്പോ നാണക്കേടാർക്കാ? എന്താ കാര്യം പറ. അയാളുടെ മനസ്സ് നല്ലതല്ല, ചീത്തയാ. യൂണിഫോം മാറുന്നിടത്തും പ്രാക്ടീസിനിടയിലും അയാളുടെ മൂവ്മെന്റ്സും നോട്ടവും ഒക്കെ. കർത്താവെ, എങ്ങനെയാ ഞങ്ങളത് പറയാ? വഷളൻ, ആ തെണ്ടി എന്താ കരുതിയത്? ഇവിടുത്തെ പെൺകുട്ടികൾക്ക് ചോദിക്കാനും പറയാൻ ആരില്ലെന്നോ? അതിനെ ഞങ്ങൾ ആൺകുട്ടികളല്ലാണ്ടായിരിക്കണം. നിങ്ങൾ വഴക്കിനൊന്നും പോണ്ടാട്ടോ. എൽസമ്മ ധൈര്യമായിട്ട് പോ. അയാളെ കൊണ്ട് ഇനി ഒരു ശല്യം നിങ്ങൾക്കുണ്ടാവില്ല. അവന്റെ കാര്യം ഞാൻ ഏറ്റു. വാടാ. ഒപ്പത്തിനൊപ്പം കൂടൂല. കോളേജ് വരെ എന്തേലും ഓൻ ചൂട്ടിലും കാറ്റ് കൊണ്ട് വളർന്ന തടിയല്ലത്. കൊണ്ടാ താങ്ങൂല. വിട്ടു വെക്ക് മക്കളെ. പറടാ, ആരാ നിങ്ങളെ പറഞ്ഞത്? പറടാ. എൽസമ്മയോട് മറ്റും പ്രാക്ടീസ് സമയത്ത് എന്തിനാ സാർ വൃത്തികേടായി പെരുമാറിയത്? വൃത്തികേടായിട്ട് പെരുമാറിയെന്നോ? ഞാനോ? പറടാ, ആരാടാ അത് പറഞ്ഞുണ്ടാക്കിയത്? പറടാ, ആരാടാ നിങ്ങളെ പറഞ്ഞ് ഇളക്കിയതെന്ന്? എൽസമ്മ തന്നെ. കൊണ്ടത് എന്തിനാണെന്ന് നിനക്കും തല്ലിയത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ചെന്ന് കംപ്ലൈന്റ് ചെയ്യാൻ ആരോടാണെന്ന് വെച്ചാ.
മണപ്പിച്ച് കിടക്കുന്ന പൂവാലന്മാരെ പറഞ്ഞു വിട്ട് തല്ലിക്കാൻ ഒരുങ്ങിയതിലല്ല വിഷമം, അതിന് കണ്ടെത്തിയ വഴി, പറഞ്ഞുണ്ടാക്കിയ കാരണം. ഇറ്റ്സ് എ തേർഡ് റേറ്റ് ചീപ്പ് പ്ലാനിങ്. കുട്ടികളുടെ നന്മ ഉദ്ദേശിച്ചാണ് പുറമേ നിന്നൊരു കോച്ചിന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന്. പറയൂ കുട്ടി, വാട്ട് ഹാപ്പൻ, ടെൽ മീ. എന്തുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് അയാൾ ഒഴിവാക്കിയിട്ട് കുട്ടിയെ തനിയെ വിളിപ്പിച്ചത്. എനിക്കൊരു പരാതിയില്ല. മിസ്ബിഹേവ് ചെയ്തത്, തെറ്റ് ചെയ്തത് ഞാനാ. യു മീൻ യു ഡോണ്ട് ഹാവ് എനി കംപ്ലൈന്റ്സ് അഗൈൻസ്റ്റ് മിസ്റ്റർ ജോൺസൺ? അബ്സല്യൂട്ട്ലി നോ. ഇനി ഇങ്ങനൊരു തെറ്റുണ്ടാവില്ല. എന്നോട് ക്ഷമിക്കണം. സർ, സന്തോഷായില്ലേ? ഐ എം ലീവിംഗ്. മനസ്സിലായില്ലേ? ഇനി ഒരിക്കലും ഈ ക്യാമ്പസിനകത്ത് കാലുകുത്താൻ ഇടവരരുതേ എന്ന പ്രാർത്ഥനയുമായിട്ട് സ്ഥലം വിടുകയാണെന്ന്. തൃപ്തിയായല്ലോ? സാറ് ക്ഷമിക്കണം. കോച്ചിങ് തുടങ്ങിയ അന്ന് മുതൽക്ക് സാറ് കർശനമായിട്ട് ഓരോന്ന് പറഞ്ഞതും ശകാരിച്ചതും തെറ്റായ ആംഗിളിലൂടെയാണ് ഞാൻ കണ്ടത്. വൈരാഗ്യം തോന്നി. വരും വരാകളെ കുറിച്ച് ഓർക്കാതെ ഓരോന്നൊക്കെ ചെയ്തു. അത് ഇത്രയും വലിയ ഒരു തെറ്റാകുമെന്ന് എന്ന് സ്വയം തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലത്. കാരണം ഞാൻ പോയാലും എന്റെ സ്ഥാനത്ത് മറ്റൊരാൾ വരും. അയാളോടെങ്കിലും ഇതൊന്നും ആവർത്തിക്കാതിരിക്കുക. സാർ പോകരുത് പ്ലീസ്. പോയാൽ എന്നോട് ക്ഷമിച്ചില്ലെന്നല്ലേ അർത്ഥം? ആ ശാപം ബാക്കി വെച്ചോണ്ട് പ്ലീസ് സാർ പോകരുത്. വീണ്ടും സോണൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒന്നാമതാകുക, ഇന്റർ സോണൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അർഹത നേടുക. താങ്ക് ഗോഡ്. ഇനി അഥവാ ജയിച്ചില്ലെങ്കിൽ പോലും എനിക്ക് ഈ കോളേജിന് നിങ്ങളെക്കുറിച്ച് അഭിമാനമാണ്. അച്ഛൻ നമ്മുടെ കൊച്ചുങ്ങളെ അങ്ങനെയും കൊച്ചാക്കണ്ട. അതെ, ഒരു ടീം എന്ന് പറയുമ്പോ എന്താ ജോൺസൺ? നമ്മുടെ കുട്ടികൾ കളിക്കും ഫാദർ, ജയിക്കുകയും ചെയ്യും. ട്രോഫിയും കൊണ്ട് തിരിച്ചു വരുമ്പോ എതിരേൽക്കാൻ ഒരുങ്ങി നിന്നു എല്ലാരും. എന്താ? അതെ. അത് കുട്ടികൾ കയറട്ടെ. ഇങ്ങോട്ട് മാറടോ. എന്നാ പിന്നെ ഓക്കെ ഫാദർ, ഗോഡ് ബ്ലെസ്. ഇവളെ ജയിക്കും. ജയിക്കാതിരിക്കാൻ പറ്റില്ല. പള്ളിവാസ കറിയാച്ചന്റെ മോളാ. മതി മതി, പെങ്കൊച്ചാ, അധികം നേളിക്കണ്ട. നല്ല 1ാം ക്ലാസ് ആയിട്ട് തെളിക്കും. കർത്താവ് തമ്പുരാൻ എനിക്ക് അറിഞ്ഞു തന്ന തരിയ. ഞാൻ കളിക്കും. ഇവിടെ കിടക്കട്ടെ. എന്നതാ ഇത്?